സുപ്രീം കോടതി വിധി പ്രകാരം തെരുവു നായ്ക്കളെ മുഴുവൻ മാറ്റുക എന്നത് പ്രായോഗികമല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. സർക്കാർ സുപ്രീം കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം നൽകിയിരുന്നു. ABC ഷെൽട്ടർ തുടങ്ങുന്നതിനെതിരെ പോലും പ്രതിഷേധമാണ്. തെരുവു നായ്ക്കളെ മുഴുവൻ മാറ്റണമെന്ന നിർദ്ദേശം വന്നാൽ അപ്പോൾ മറുപടി നൽകുമെന്നും വിധി പൂർണ്ണമായി കിട്ടിയാൽ അഭിപ്രായം അറിയിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി. പൊതുസ്ഥലങ്ങളിലെ തെരുവുനായകളെ പൂർണ്ണമായും മാറ്റണമെന്ന സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി രാജേഷ്. ABC കൂടുതൽ ശക്തമായി കാര്യക്ഷമമായി നടപ്പാക്കണം എന്നതാണ് പറഞ്ഞതായിട്ട് കണ്ട ഒരു കാര്യം. അതുപോലെ സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ ഇത് ശക്തമായി നടപ്പാക്കണം എന്നതാണ്. അതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഉണ്ടായത് എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് കേരളത്തിൻ്റെ അഫിഡവിറ്റ് കോടതി സ്വീകരിച്ചു. അഫിഡവിറ്റിൽ നമ്മൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളുമാണ് ഈ കാര്യത്തിൽ നമ്മൾ നേരിടുന്നത് എന്ന് അഫിഡവിറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. കേരളത്തിൻ്റേതുൾപ്പെടെ 9 സംസ്ഥാനങ്ങളുടെ അഫിഡവിറ്റ് ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിനപ്പുറം ഈ വാക്കാൽ നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ ഡയറക്ഷൻ കോടതി വിധിയിൽ വന്നതായിട്ട് ഇതുവരെ അറിവില്ല. തെരുവു നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവു നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? ABC കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം, ഷെൽട്ടർ ആരംഭിക്കാൻ പോയാൽ അവിടെയും പ്രതിഷേധം. അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. UTV ന്യൂസ്, പാലക്കാട്.